ഡിസയർ പെട്രോൾ സ്റ്റിയറിങ്ങിന് ചെറിയൊരു വൈബ്രേഷനാണ് കംപ്ലൈൻറ്റ്. സ്റ്റിയറിങ്ങിന് വൈബ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വൈബ്രേഷൻ അല്ല, ചെറുതായിട്ട് ഇങ്ങനെ സ്റ്റിയറിങ് കിടക്കിടക്കിടക്കിടന്ന് പറഞ്ഞാൽ അടിക്കും. പക്ഷേ വീഡിയോ എടുത്തപ്പോൾ വീഡിയോയിൽ എനിക്ക് കിട്ടിയില്ല. പക്ഷേ കംപ്ലൈൻറ്റ് ഉണ്ട്. കസ്റ്റമർക്കാണെങ്കിൽ ആ കംപ്ലൈൻറ്റ് മാറ്റണം. പുള്ളിക്ക് അത് പ്രശ്നമാണ്. അപ്പോൾ ആ ഒരു വൈബ്രേഷൻ മാറ്റണം എന്നാണ് കസ്റ്റമറുടെ ആവശ്യം. പിന്നെ ഇതിനു വേണ്ടി നോക്കിയപ്പോൾ മൗണ്ടിങ് ആയിരുന്നു കംപ്ലൈൻറ്റ്. അതിൻ്റെ റൈറ്റ് സൈഡ് എഞ്ചിൻ മൗണ്ടിങ് ചെറുതായിട്ട് ലോഡ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്കൊരു സംശയം, മൗണ്ടിങ് മാറി കഴിഞ്ഞാൽ ശരിയാവുമെന്ന് ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ കസ്റ്റമറോട് ഞാൻ പറഞ്ഞു, ഒന്നല്ലെങ്കിൽ മൗണ്ടിങ് മാറി വെച്ച് നോക്കാം. അപ്പോൾ ചെറിയൊരു ഡൗട്ട് ഉണ്ട്, ചിലപ്പോൾ ക്ലിയർ ആവും, ചിലപ്പോൾ ക്ലിയർ ആവില്ല. അപ്പോൾ എനിക്കൊരു ചെറിയ സംശയം ഉണ്ടായിരുന്നു. കസ്റ്റമർ പറഞ്ഞു അത് കുഴപ്പമില്ല, മൗണ്ടിങ് മാറി കഴിഞ്ഞിട്ട് ശരിയാവുകയാണെങ്കിൽ ആവട്ടെ, ഇല്ലെങ്കിൽ നമുക്ക് എന്താണെന്ന് വെച്ച് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ മൗണ്ടിങ്ങിനാണെങ്കിൽ ഒരു 3000 സംതിങ് വിലയുണ്ട്. അപ്പോൾ അങ്ങനെ മൗണ്ടിങ് നമ്മൾ അതിന് വേണ്ടി മാറി കഴിഞ്ഞപ്പോൾ കംപ്ലൈൻറ്റ് ശരിയായിരുന്നു കേട്ടോ. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ചെറിയ വീഡിയോ ആണ്. ഇതിങ്ങനെ ലോഡായിട്ടായിരിക്കണേ. എൻജിൻ ഇതിലേക്ക് വന്നു കഴിയുമ്പോഴേ ഇതിവിടെ ശരിക്കും ലോഡായിട്ടായിരിക്കണേ. ചെറുതായിട്ടൊന്ന് ലോഡാവാം, പക്ഷെ ശരിക്കും ഇതിങ്ങനെ വലിഞ്ഞായിരിക്കണേ. അപ്പോൾ ഇതൊന്ന് എന്തായാലും മാറിയിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ പുതിയ മൗണ്ടിങ് വെച്ച് പിടിപ്പിച്ചു കേട്ടോ. പിടിപ്പിച്ച് കഴിയുമ്പോൾ അവിടെ ആ ലോഡായിരിക്കുന്ന സ്ഥലത്ത് അത്രയും ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ ആ ഗ്യാപ്പ് നേരത്തെ ഉണ്ടായില്ല. അപ്പോൾ അത് ലോഡായി നിന്നത് കൊണ്ടാണ് ബോഡിയിലേക്ക് ചെറുതായിട്ട് വൈബ്രേഷൻ കയറി വന്നത്. ഇപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് പുതിയ മൗണ്ടിങ് പിടിപ്പിച്ച് കഴിഞ്ഞപ്പോൾ അവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു ചെറിയ വിരൽ കയറാനുള്ള ഗ്യാപ്പായി. അപ്പോൾ അതുകൊണ്ട് തന്നെ വണ്ടിയുടെ കംപ്ലൈൻറ്റ് മാറും ചെയ്തു കേട്ടോ. 3395 രൂപയാണ് ഈ മൗണ്ടിങ്ങിൻ്റെ വില കേട്ടോ. NGP ഇത് മാറിയ സാധനമാണ്. അപ്പോൾ ഇത് ഫിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ വന്ന് ഇങ്ങനെ ലോഡായി നിൽക്കുകയായിരുന്നു. ഇവിടെ ഗ്യാപ്പ് ഉണ്ടായില്ല. പക്ഷേ പുതിയത് പിടിപ്പിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ ഗ്യാപ്പ് ഉണ്ട്. എഞ്ചിൻ ലോഡിൽ ഇരിക്കുമ്പോഴും ഗ്യാപ്പ് ഉണ്ട്. ഈ മൗണ്ടിങ്ങിന് ഇങ്ങനെ മുട്ടി നിൽക്കുകയായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് എഞ്ചിൻ്റെ ലോഡ് ഇതിലേക്ക് വരും. ഇതിലേക്ക് വന്നു കഴിയുമ്പോൾ ഈ സാധനം ബോഡിയിലേക്കാണല്ലോ ഫിറ്റ് ചെയ്തേക്കണേ. അപ്പോൾ ബോഡിയിലേക്ക് വൈബ്രേഷൻ കയറി വരും. ശരിക്കും പറഞ്ഞാൽ എഞ്ചിൻ മൗണ്ടിങ് എല്ലാം മെറ്റലും റബ്ബറും കൂടി ഇട്ട് ഉള്ളൊരു സാധനമായിരിക്കും. മെറ്റൽ എഞ്ചിനിലേക്ക് ഒരു മെറ്റൽ കണക്ട് ചെയ്യും, ബോഡിയിലേക്ക് ഒരു മെറ്റൽ കണക്ട് ചെയ്യും. അതിൻ്റെ ഇടയ്ക്ക് ഒരു റബ്ബർ ഉണ്ടാവും. റബ്ബർ എന്ന് പറഞ്ഞാൽ ചുമ്മാ റബ്ബറല്ല, നല്ലൊരു വർക്കിംഗ് ആയിട്ടുള്ള റബ്ബറായിരിക്കും. അത് എഞ്ചിൻ ഇങ്ങനെ സ്റ്റാർട്ട് ആക്കുമ്പോഴും ജെർക്ക് ചെയ്യുമ്പോഴും എല്ലാം ബോഡിയിലേക്ക് കയറാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് എഞ്ചിൻ മൗണ്ടിങ്ങിൻ്റെ വർക്കിങ്ങുകൾ കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ വീഡിയോ പെട്ടെന്ന് തന്നെ നല്ല റീച്ചിലേക്ക് എത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ റീച്ചിലേക്ക് എത്തിയതിൻ്റെ കൂടെ തന്നെ എനിക്ക് കുറേ പ്രയാസങ്ങളും കൂടെ വരികയാണ്. വർക്ക്ഷോപ്പിൽ കണ്ടവാണം വർക്ക് വരുന്നുണ്ട്. വരുന്ന വർക്കുകൾ നമ്മൾ കറക്റ്റായിട്ട് ചെയ്ത് തിരിച്ചു വിടാൻ പറ്റുന്നില്ല. എപ്പോഴും 10-12 വണ്ടിയോളം വർക്ക്ഷോപ്പിൽ കിടക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ കമൻറ്റുകൾക്കും വാട്സപ്പിൽ വരുന്ന മെസ്സേജുകളൊക്കെ എനിക്ക് സോൾവ് ചെയ്യാനായിട്ട് നല്ലൊരു ടൈം എടുക്കുന്നുണ്ട്. വർക്ക്ഷോപ്പിൽ മിക്കവാറും 7 മണി 8 മണി വരെ വർക്ക് ഉണ്ടാവും. അപ്പോൾ ആ വർക്ക് കഴിഞ്ഞിട്ട് സ്വാഭാവികമായിട്ട് വീട്ടിലേക്ക് ചെല്ലുമ്പോൾ തന്നെ നമ്മൾ അത്യാവശ്യം ടയർഡാവുന്നതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് മെസ്സേജുകളും കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് സ്വാഭാവികമായിട്ട് നമുക്കൊരു മടി കയറി വരികയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഒരുപാട് മെസ്സേജുകളൊക്കെ 2-3 ദിവസമായിട്ട് ഞാനൊന്ന് റീപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടായില്ല. വർക്ക്ഷോപ്പിൽ തിരക്ക് കാരണം. അപ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ എല്ലാവരും എന്നോടൊന്ന് ക്ഷമിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പ്രയാസം കൂടി ഉള്ളതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ.